ചില ബന്ധങ്ങൾ അങ്ങനെയാണ്. അത് മൃഗമായാലും മനുഷ്യരായാലും പക്ഷിയായാലും മറ്റേത് ജീവിയായാലും ബന്ധങ്ങളെ ഊഷ്മളമാക്കുന്ന ചിലതുണ്ട്. മനസ്സിലേക്ക് ആവാഹിച്ചെടുത്ത നിമിഷങ്ങളാണത്. അവരുടെയൊക്കെ വേർപാട് നമ്മെ തളർത്തിക്കളയും. ഇക്കഴിഞ്ഞ ദിവസത്തെ അനുഭവമാണ്. ഞങ്ങൾക്കൊരു ലവ് ബേർഡ് ഉണ്ടായിരുന്നു. ഏറെ ലവ് ബേർഡ്സ് ഉണ്ടെങ്കിലും ഞങ്ങളോട് ഏറ്റവും അധികം ഇണങ്ങിയ ശരിക്കും ഒരു സ്നേഹപക്ഷി, ഞങ്ങളുടെ മനസ്സ് കവർന്ന സ്നേഹപക്ഷി. അവൾക്കൊരു തുണയുണ്ടായിരുന്നത് ഒരു ആഫ്രിക്കൻ ലവ് ബേർഡാണ്. ഇണങ്ങിയും പിണങ്ങിയും കലഹിച്ചും കലപില പറഞ്ഞും അവർ കൂട്ടുകൂടി. വർഗത്തിൽ വ്യത്യാസമുണ്ടായിട്ടും അവരിണചേരാൻ ശ്രമിച്ചു. ഞങ്ങളുടെ നായ്ക്കുട്ടിയായ ഋഷിക്കുട്ടനും അവരെ വളരെയേറെ ഇഷ്ടമായിരുന്നു, പ്രത്യേകിച്ചും മരണപ്പെട്ട ആ സ്നേഹപക്ഷി. 7 വയസ്സോളം ജീവിച്ച അവളുടെ വാർദ്ധക്യസഹജമായ ആരോഗ്യ പ്രശ്നങ്ങൾ ഏറെ നാളായി തുടരുകയായിരുന്നു. ഒരമ്മ കുഞ്ഞിനെ നോക്കുന്ന പോലെ ലാളിച്ചും ശുശ്രൂഷിച്ചും അവളുടെ ഇണയായ ആഫ്രിക്കൻ ലവ് ബേർഡ് ഭക്ഷണം കൊടുത്തും സ്നേഹം കൊടുത്തും പരിപാലിച്ചു. മനുഷ്യൻ പോലും നോക്കി പഠിക്കേണ്ടതായ ഒരുപാട് പാഠങ്ങൾ അവ കാട്ടിത്തന്നു. ഒടുവിൽ ഒരു ജീവിതത്തിന്റെ അന്ത്യം. അവളുടെ മരണം അടുത്തുണ്ടാകുമെന്നറിഞ്ഞിട്ടും അത് സംഭവിച്ചപ്പോൾ സഹിക്കാനായില്ല. ഉള്ളൊന്നാഞ്ഞു പടഞ്ഞു. അവളുടെ ഇണയിലും ആ നൊമ്പരവും ആദിയും പ്രകടമായിരുന്നു. ഋഷിയാകട്ടെ കൂടെ കൂടെ അവരുടെ കൂട്ടിലേക്ക് ആഞ്ഞെത്തി നോക്കി. മനുഷ്യരെക്കാൾ ദീർഘദൃഷ്ടിയുള്ള അവയ്ക്കൊക്കെ എല്ലാം മനസ്സിലായി കാണുമെന്നുറപ്പ്. ആ സ്നേഹപക്ഷിയോട് കൂട്ടുകൂടിയ ഞങ്ങളുടെ ഋഷി എന്ന നായ്ക്കുട്ടനും അവളുടെ ഇണയും ഞങ്ങളറിയാതെ കരഞ്ഞിരിക്കാം. ഞാനും ഒരുപാട് കരഞ്ഞു. എൻ്റെ സുഹൃത്ത് ദുഃഖം മനസ്സിലൊതുക്കി. സത്യമായും എന്നെ കൂടുതൽ വേദനിപ്പിക്കരുതെന്ന് കരുതിയാകും. ഇതെന്ത് ഭ്രാന്താണ്, ഒരു കുഞ്ഞിക്കിളിയുടെ മരണത്തിൽ ഇത്രമാത്രം വേദനയും വേവലാതിയോ എന്നോർക്കരുത്. കാരണം ചില ബന്ധങ്ങൾ അങ്ങനെയാണ്. ഒരു ഉറുമ്പിനോട് പോലും നമുക്കടങ്ങാത്ത സ്നേഹം തോന്നും, വാത്സല്യം തോന്നും. പക്ഷേ അത് മനുഷ്യത്വമുള്ള മനുഷ്യർക്ക് മാത്രമായിരിക്കും. കാലം കാത്തുവെച്ച വേദനകളിൽ ചിലത് സഹിക്കാതെ എന്തു ചെയ്യാം? പലപ്പോഴും നിസ്സഹായരല്ലേ നമ്മൾ. ഞങ്ങളുടെ അരുമയായിരുന്ന ആ സ്നേഹപക്ഷിക്ക് അന്ത്യാഞ്ജലി. ഇപ്പോഴും ഉള്ളുപിടയുന്നുണ്ട്, കണ്ണ് നനയുന്നുണ്ട്.